കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ് കലാപരിപാടികൾ. എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ് എന്റെ മോഗാലിനൊപ്പമുള്ള മൂന്നാമത്തെ ഇന്റർവ്യൂ. അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. വീണ്ടും ഇതാ ജോർജ് കുട്ടി എത്തുമ്പോ വീണ്ടും സുന്ദരനായിരിക്കും. അയ്യോ സുന്ദരാ, നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതാ ചൈൽഡ്ഹുഡിന്റെ അത് ഇപ്പോഴുണ്ട്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ദൃശ്യം 1 ഇറങ്ങിയ സമയത്ത് നമ്മൾ സംസാരിച്ചത് ഒരു സസ്പെൻസ്. അന്നുണ്ടായിരുന്നോ ചളമായെന്നാ തോന്നുന്നു. ഇന്റർവ്യൂ ആയിരുന്നോ? കള്ളം പറയരുത്. ദൃശ്യം 1 അല്ല, നമ്മൾ ആദ്യം ചെയ്തത് നേരെ. അതാ ചോദിച്ചേ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. 13 വർഷം മുമ്പ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കണക്ക് പറയണ സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം. അന്നാ നമ്മൾ ക്രഷിൽ കിടക്കുന്ന സ്ഥലം. ജോർജ് കുട്ടിക്ക് സംഭവിച്ചതേ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ജോർജ് കുട്ടിയുടെ അത്രയ്ക്ക് മനസാന്നിധ്യം ലാലേട്ടനുണ്ടോ? ഇതൊക്കെ വലിയ റിസ്കാ. ഏയ് അതൊക്കെ തുടക്കത്തിൽ തോന്നാ, ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എപ്പോഴും ഒരു സിറ്റുവേഷൻ അനുസരിച്ചല്ലേ മനുഷ്യൻ. മനസ്സിലായോ? ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. എല്ലാ സിനിമയിലും അങ്ങനെയല്ലേ. ഇപ്പൊ ഒരാളെ വെടിവെച്ച് കൊല്ലുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമ്മൾ വെടിവെച്ച് കൊല്ലും ആവശ്യമില്ലാത്തവരെ. അല്ലെങ്കിൽ നമുക്ക് വെടിയേറ്റ് മരിക്കും. അതുപോലല്ല ഇത്. എനിക്ക് മുഴുവനായിട്ട് അങ്ങനെ കിട്ടിയില്ല. ഇവരൊരു അവരുടെ ഫാമിലിക്ക് വേണ്ടി ഒരു വലിയ ടഗ് ഓഫ് വാർ ആണ്. ചേട്ടാ എനിക്ക് മനസ്സിലായില്ലേ? ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് ജോർജ് കുട്ടിയുടെ ഫാമിലിയോടുള്ള ഒരു ഫീൽ എന്താ? എന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിച്ചോട്ടെ, പക്ഷെ കൊന്നു കളയണമായിരുന്നു എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഗീതാപ്രഭാർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നാറുണ്ട്. എന്റെ മകനായതുകൊണ്ട് പറയല്ല, ഇവൻ നല്ല ചെറുക്കനാ. പ്രേക്ഷകയെ ആശയായി കാണുമ്പോൾ ഞാൻ എപ്പോഴും ജോർജ് കുട്ടിയുടെ കൂടെയാണ്. ലാലേട്ടനോ? ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഞാനൊരു കാര്യം, അയ്യോ ഞാനെന്താ ഗീതാപ്രഭാകരനെ അങ്ങനെ പറ്റുമോ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അല്ല, എന്നാലും ഒരു പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ എനിക്ക് ഗീതാപ്രഭാകരനെയാണ് കുറച്ചുകൂടെ ഇഷ്ടം. എന്നെയാ? കാര്യം അവർക്ക് ജസ്റ്റിസ് കിട്ടണം. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ആദ്യമേ അയാൾ പറഞ്ഞില്ലേ, എല്ലാം കൺഫസ് ചെയ്തില്ലേ? ശരിയാണ് എന്ന് കരുതി ഇനി ഒന്നും പറയണ്ട. രണ്ടാമത് അങ്ങേര് വന്നപ്പോ അങ്ങേരത്തും പറഞ്ഞു നിങ്ങൾ ഇനിയും വരരുത്. എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചു, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അവര് ഇടയ്ക്കിടയ്ക്ക് വന്നാ ഞാൻ എന്താ ചെയ്യാ? അവനെ പൂട്ടലത്ര എളുപ്പമല്ല. പക്ഷെ ഇനി എന്റെ റഡാർ കിട്ട്, അവൻ എവിടെയും പോയില്ല. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.